കുറിച്ചാണ്. ഒഴുക്കിനെതിരെ നീന്തിയവരെ കുറിച്ച്. ഒരു ഒഴുക്കിനെയും തടുത്തു നിർത്താൻ കെൽപ്പുണ്ടായിരുന്ന ചില മന്ത്രിമാർ, ഒരുപാടൊന്നുമില്ല, 4 പേർ. എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്? ഈ ഭാഗത്തായിരിക്കും. ഓക്കെ, ആ ലിസ്റ്റിലേക്ക് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നമുക്ക് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു പോകണം. 6 റൗണ്ട് വരെ ആ കപ്പൽ ആടി ഉലഞ്ഞതാണ്. ഏറ്റവും ഒടുക്കമാണ് ക്യാപ്റ്റൻ സേഫായത്. അവിടെ UDF സ്ഥാനാർത്ഥി ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്, VP അബ്ദുൾ റഷീദ്. എനിക്ക് തോന്നുന്നു, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, VP അബ്ദുൾ റഷീദ് എങ്ങാനും തളിപ്പറമ്പിൽ നിന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയിച്ചേനെ. കാരണം അത്രയോളം അദ്ദേഹം ധർമ്മടത്തുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിന്നപ്പോഴും ഗംഭീര ഓളം ഉണ്ടാക്കിയിരുന്നു റഷീദ്, തോറ്റുപോയ ഇലക്ഷനിൽ പോലും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പല സ്ഥലത്തും അദ്ദേഹത്തിന് പ്രചാരണത്തിന് പോലും പോകാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ഡലമായിരുന്നില്ല, ഗ്രാമങ്ങളായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറെ 1-2 ടേം കൂടി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ ധർമ്മടത്തുനിന്ന് അങ്ങനെ ഒരു പേര് കൂടെ നമുക്ക്. എന്തായാലും മഹേഷ്, വലിയ നാണക്കേടിൽ നിന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടത്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ കൂടിയും ജയിച്ചുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണക്ക് ഒന്ന് വരാനുണ്ട്. നമുക്ക് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ബേപ്പൂരിൽ നിന്ന് അൻവർ മുട്ടയടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ആകെ ഒരു തുരുത്തായി ബാക്കിയായത് കോഴിക്കോടും മലബാർ ജില്ലകളിൽ ആകെ തന്നെ എന്ന് വെച്ചാൽ 3 ജില്ലകളിലെത്താം, വയനാട് മലപ്പുറം കോഴിക്കോട് എടുത്താൽ ഒരു തുരുത്തായി ബേപ്പൂർ മാറുകയാണ്. ഒരു പച്ചത്തുരുത്ത് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഒരു ചുവന്ന തുരുത്ത്, ഒരു ചുവന്ന പൊട്ട് പോലെ നമുക്ക് കാണാം അവിടെ ബേപ്പൂർ മണ്ഡലം. അല്ലാതെ ഏറെക്കുറെ എക്സ്പെക്ടഡ് ആയിരുന്നു. മുഹമ്മദ് റിയാസ് അവിടെ ബേപ്പൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായ സംഘാടന ശേഷി, പിന്നെ അവിടെ ഒരു സംഘടന കെട്ടുറപ്പ്, വികസന പ്രവർത്തനം, നിശ്ചയമായി വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ വിസിബിൾ ആയ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന അതൊക്കെ കൊണ്ട് ഈ ഏത് കാറ്റിനെയും തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഒരാളാണ് മുഹമ്മദ് റിയാസ്. നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ ജയിച്ചു കയറിയിരിക്കുന്നു. ഒരു പക്ഷേ നല്ല ഭൂരിപക്ഷം ഉണ്ട്, 10,000-ലധികം. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ വിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ പക്ഷെ ഒരു പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ്സുകാരനെ പറയുന്ന എബി കുര്യാക്കോസ് അത്രമേൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാളാണോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ കായംകുളത്തൊക്കെ നല്ല ലിജുവിനെ പോലെ നല്ല സ്ഥാനാർത്ഥിത്വം വന്നു. അവിടെ 2 CPIയുടെ മന്ത്രിയായിരുന്നു, പി പ്രസാദ്, ഒപ്പം തന്നെ കെ രാജനെ കുറിച്ച് ഞാൻ പറയും. കാരണം കഴിഞ്ഞ ചൂരൽമല റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്രയേറെ വിയർപ്പൊഴുകിയൊരു മന്ത്രി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആഞ്ഞടിച്ച കാറ്റിലും പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു നിർമ്മലമായ മനസ്സുള്ള ആളുകൾ എപ്പോഴും ചേർത്ത് പിടിക്കാൻ കെൽപ്പുള്ള, എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഉള്ളിൽ എപ്പോഴും ഒരു തുടിപ്പുള്ള ഒരു മനുഷ്യനാണ്. ഒരു പച്ചയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ വളരെ അർഹിക്കുന്ന അംഗീകാരത്തോടു കൂടി തന്നെ അവിടുത്തെ ജനത അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പക്ഷെ അദ്ദേഹം നല്ല ഫൈറ്റ് നേരിട്ടു. ഷാജി ജെ കോടംകണ്ടത്തുമായി ഗംഭീര ഫൈറ്റ് ആയിരുന്നു. അതിനൊടുക്കം ആ ഫൈറ്റിനെയൊക്കെ അതിജീവിച്ച് ഒല്ലൂർ നിന്നു എന്നുള്ളത്. ഓക്കെ, ചേർത്തലയിലേക്ക് അവിടെ പി പ്രസാദ്, CPIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മന്ത്രിമാരുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറയാം. പി പ്രസാദ് കഴിഞ്ഞ കുറിയും ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എസ് ശരത് അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഇത്തവണ UDF അനുകൂലമായി സുനാമി ആഞ്ഞടിച്ചിട്ട് പോലും പ്രസാദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ ഒരു സാധാരണക്കാര മനുഷ്യനാണ്. സാധാ വള്ളിച്ചെരിപ്പ് സ്ലിപ്പറിട്ട സൈക്കിളിൽ പ്രചാരണത്തിറങ്ങിയ പ്രസാദ് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരനായ മന്ത്രിയാണ്, കാര്യമായൊന്നും സമ്പാദിച്ചിട്ടില്ല എന്നൊക്കെയുള്ള വലിയ വിലയിരുത്തൽ പൊതുജനങ്ങൾക്കിടയിൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജയിച്ചു.